ഹായ് ഫ്രണ്ട്സ്, ബ്യൂട്ടി ഫുഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹെൽത്തി സ്നാക്കാണ് തയ്യാറാക്കുന്നത്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അയമോദകം കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി പൊടിച്ച് ചേർക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിക്കാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഇത് കുഴച്ചെടുക്കണം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ മസാല തയ്യാറാക്കാം. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് 2 എണ്ണം. ഇതൊന്ന് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്താൽ കട്ടയില്ലാതെ ഒരുപോലെ കിട്ടും. ഇത് കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുത്താലും മതിയാവും. ഈ പൊട്ടറ്റോയിലേക്ക് നമുക്ക് മല്ലിയില 1 കപ്പ് ചേർക്കാം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ ചേർക്കാം. വറ്റൽമുളക് മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയാൽ മതി, ചില്ലി ഫ്ലേക്സ് ആകും. ചാട്ട് മസാല 1/2 ടീസ്പൂൺ ചേർക്കാം. ചാട്ട് മസാലയ്ക്ക് പകരം ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്താലും നന്നായിരിക്കും. ഈ മസാല ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. നമ്മൾ കുഴച്ച് വെച്ച ആട്ടയാണിത്. ഇതിലേക്ക് കയ്യിൽ 1 തുള്ളി എണ്ണ എടുത്ത് ഒന്നുകൂടി ഒന്ന് മയപ്പെടുത്തിയിട്ട് ഇതിങ്ങനെ ബോൾസാക്കി എടുക്കാം. ഈ ഓരോ ബോൾസും നമുക്ക് ചപ്പാത്തി പോലെ പരത്തിയെടുക്കണം. ഒത്തിരി തിക്കായിട്ടോ തിന്നായിട്ടോ പരത്തണ്ട. നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണ് പരത്തുന്നത് അതേപോലെ പരത്തിയെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഈ പൊട്ടറ്റോ മസാല നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടില്ലേ, അത് ഇതിൻ്റെ മുകളിൽ ഈവനായിട്ട് ഒരുപോലെ ഇട്ട് കൊടുക്കാം. ഒരേ കനത്തിൽ വേണം ഈ മസാല അപ്ലൈ ചെയ്യാൻ. അതിനുശേഷം ഇത് റോൾ ചെയ്യാം. ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് മുറുക്കി റോൾ ചെയ്തെടുക്കണം. ഇതിങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞ് ഇത് ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ആകാനായിട്ട് ഇങ്ങനെ നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാം. നമുക്കിതിന് ഇതൊരു കത്തി കൊണ്ടിങ്ങനെ മുറിച്ചെടുക്കാം. പിന്നെ ഇതിങ്ങനെ കയ്യിലെടുത്തൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. ഇത് നമുക്കിതുപോലെ എല്ലാം ഇതുപോലെ നമുക്ക് തയ്യാറാക്കി വയ്ക്കാം. ഈ മസാല പുരട്ടുമ്പോൾ ഒരു വശം ഇങ്ങനെ ഒരല്പം ഭാഗം ഇങ്ങനെ മസാല പുരട്ടാതെ വിട്ടേക്കണം. പ്ലെയിൻ ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വേണം ഇത് റോൾ ചെയ്യാൻ. നന്നായി ടൈറ്റായിട്ട് വേണം റോൾ ചെയ്യാൻ. ടൈറ്റാക്കിയ ശേഷം ഇത് നമുക്ക് പീസസായിട്ട് കട്ട് ചെയ്യാം. എല്ലാം ഇങ്ങനെ തയ്യാറാക്കി വെച്ച ശേഷം ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാകുമ്പോൾ ഇതിട്ടിട്ട് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് അധികം എണ്ണയുടെ ആവശ്യമേ ഇല്ല. ഓരോ വശവും തിരിച്ചും മറിച്ചും ഇട്ട് ഇത് ക്രിസ്പിയാക്കി എടുക്കണം.
ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പി ഹെൽത്തി സ്നാക്ക് റെഡിയായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.